ഹായ് വിദ്യ മാം. ഹായ് അൻസു. ഇന്ന് എന്തിന്റെ ക്ലാസ്സാണ് നടക്കുന്നത് ഇവിടെ? ആക്ച്വലി ഇന്ന് ഇവരുടെ ഒരു ബ്രൈഡൽ റൊട്ടീൻ നടക്കട്ടെ. ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്നലെ അവരൊരു ക്രിസ്ത്യൻ ബ്രൈഡൽ ലുക്ക് ചെയ്തു. ഇന്നപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് ഒരു ഹിന്ദു എൻഗേജ്മെൻറ്റ് ലുക്ക് അല്ലെങ്കിൽ ഒരു ടെമ്പിൾ വെഡിങ് ലുക്ക്. അതായിരുന്നു ഇപ്പോൾ അവർ ചെയ്യുന്നത്. ഒരു ഐ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് അതാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് തന്നെ ചോദിക്കുക എങ്ങനെയുണ്ട്. ഇന്ന് സെക്കൻഡ് ഡേ അല്ലേ അവരുടെ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്ക്. ഓക്കെ മാം. ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ക്ലാസ്സൊക്കെ അടിപൊളിയായിരുന്നു. ഇന്നിപ്പോൾ ചെയ്യുന്നത് ഹിന്ദു എൻഗേജ്മെൻറ്റ് ബ്രൈഡൽ ലുക്കാണ്. ഇന്നലെ ക്രിസ്ത്യൻ ബ്രൈഡലായിരുന്നു ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ ഫുൾ ലുക്കായിരുന്നു, സാരി, മേക്കപ്പ്, ഹെയർ. അപ്പോൾ ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് കുറച്ചും കൂടെ കോൺഫിഡൻസ് ഉണ്ട്. ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുക, കുഴപ്പമില്ല. ഇന്നലത്തേക്കാൾ ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇന്നലെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ചെയ്തപ്പോൾ. ഫസ്റ്റ് ഫുള്ളൊക്കെ നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്തപ്പം ടെൻഷൻ ഉണ്ടായിരുന്നു. ഇന്ന് ആ ടെൻഷൻ മാറി ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇന്നലെ ഒരു 3.5 ഹവറിനുള്ളിൽ ചെയ്യാൻ പറ്റുമോയെന്ന് ഡൗട്ട് അടിച്ചു. പക്ഷെ കംപ്ലീറ്റ് ചെയ്തു. ഇന്നലെ മോൻ ചെയ്തിട്ട് എങ്ങനെയുണ്ട്? നല്ല ടെൻഷനൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ അതിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ന് ചെയ്തപ്പം കുറച്ചുകൂടി കുഴപ്പമില്ല. ഇന്നലത്തെ വെച്ച് നോക്കുമ്പം ഇന്ന് കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആണ്. കുഴപ്പമില്ല. ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാൻ പറ്റുമോ? ഹെയർ സ്റ്റൈൽ അതെ, മാം പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് കുറച്ചും കൂടി എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, കുറച്ചും കൂടി ഒരു സ്പീഡ് കിട്ടി. ഓക്കെ. ഹെയർ സ്റ്റൈല് ഇന്നലെ എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റില്ല. ഇന്നായതുകൊണ്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇന്ന് മേക്കപ്പ് ചെയ്തിട്ട്? കുഴപ്പമില്ല. ഇന്നലത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്നലത്തേക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. പറ്റും. ഹെയർ സ്റ്റൈലൊക്കെയോ? ഹെയർ സ്റ്റൈല് എൻ്റെ ഫേവറേറ്റ് ഹെയർ സ്റ്റൈലാണ് ചെയ്തത്. കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ ഒരു പുതിയ ലുക്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, എൻഗേജ്മെൻറ്റ് ബ്രൈഡൽ ലുക്കാണ്. അപ്പം എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ടുണ്ടായിരുന്നു. കാര്യം ഇന്നലെ നമ്മൾ ക്രിസ്ത്യൻ ബ്രൈഡ് ചെയ്തു. അപ്പോൾ ഒരു ഫുൾ, അതായത് ഹെയർ അതുപോലെ ഫേസ് പിന്നെ ഔട്ട്ഫിറ്റ് മൊത്തത്തിൽ ചെയ്തത് ഫസ്റ്റ് ടൈം ഇന്നലെ ആയിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഹിന്ദു വെഡ്ഡിങ് എൻഗേജ്മെൻറ്റ് ലുക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലി ചെയ്യുമ്പോൾ ഉള്ളൊരു അതായത് 3 ഹവറിനുള്ളിൽ നമ്മൾ ടോട്ടൽ ലുക്ക് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയർ കുറച്ച് രസമായിട്ടുണ്ട്. കാര്യം ഫസ്റ്റ് ടൈമാണ് നമ്മൾ ആ രീതിക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇന്ന് കുഴപ്പമില്ല, ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്നലത്തേലും ബെറ്റർ ആവുന്നുണ്ട്. ഹെയർ ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ മാമിൻ്റെ ഒക്കെ ഹെൽപ്പുണ്ട്. കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്യുന്നു. നമ്മളെല്ലാം പഠിച്ചിട്ടുള്ളൂ, എല്ലാ മേക്കപ്പുകളും, ഐ മേക്കപ്പ് ആയാലും ഹെയർ സ്റ്റൈലിംഗ് ആയാലും എല്ലാം. ഇപ്പം അത് പഠിച്ചത് റുട്ടീനിൽ ചെയ്യാൻ എല്ലാം കൂടി ഒന്നിച്ച് ചെയ്യണത് നല്ലൊരു എക്സ്പീരിയൻസാണ്. നമ്മൾ ടൈമൊക്കെ മാനേജ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എല്ലാ ടീച്ചേഴ്സിൻ്റെയും ഹെൽപ്പും ഉണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ മുന്നേ ചെയ്തതിനേക്കാളൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം കോൺഫിഡൻ്റ് ആണ്. നല്ലപോലെ വർക്ക് ചെയ്യാൻ പറ്റി. ഇന്നലത്തെക്കാളും നല്ലപോലെ ബെറ്ററായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ഹെയർ സ്റ്റൈലൊക്കെ നന്നായി ചെയ്യാൻ പറ്റും. ഹെയർ സ്റ്റൈലൊക്കെ ഇന്നലത്തെക്കാളും ബെറ്ററായി. ഇന്ന് കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫുൾ വർക്കല്ലേ, അല്ല ഫുൾ ലുക്കല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇന്നലെയൊക്കെ നല്ല ടെൻഷനായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ എല്ലാവരും നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ട് നല്ലപോലെ ചെയ്യാൻ പറ്റുന്നുണ്ട്. കോൺഫിഡൻസ് ഉണ്ട്. ഇന്നലത്തെക്കാളും ബെറ്ററായി തോന്നുന്നുണ്ടോ? ഇന്നലെയൊക്കെ ടൈമൊക്കെ ഇച്ചിരി പാടായിരുന്നു. പക്ഷേ ഇന്ന് കുഴപ്പമില്ല. പിന്നെ മാം എല്ലാവരും ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ട് നല്ലപോലെ ചെയ്യാൻ പറ്റുന്നുണ്ട്.